സോളാർ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനുമെതിരെ കേസെടുക്കാൻ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. ഏത് അന്വേഷണത്തെയും നേരിടുമെന്ന് മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ. സ്വകാര്യ അപ്പീൽ നൽകും. ധാർമ്മികതയ്ക്കപ്പുറമാണ് മനസാക്ഷിയുടെ ശക്തി. ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും. ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടതില്ലെന്ന് AICC. രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് പണം നൽകിയതിന്റെ തെളിവുകൾ ഹാജരാക്കാമെന്ന് സോളാർ കമ്മീഷനിൽ സരിത എസ് നായരുടെ മൊഴി. തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും നിരന്തരം സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും സരിത. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടത് യുവജന സംഘടനകളുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് സംഘർഷം. നിലമ്പൂരിൽ ചീമുട്ടയേറ്. കോഴിക്കോട്ടും കൊണ്ടോട്ടിയിലും കരിങ്കൊടി. കെ ബാബുവിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി 2 മാസത്തേക്ക് മരവിപ്പിച്ചു. വിജിലൻസ് കോടതി അനാവശ്യ തിടുക്കം കാട്ടിയെന്ന് ഹൈക്കോടതി. ദ്രുതപരിശോധനാ റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കണം. പുതിയ സാഹചര്യത്തിൽ രാജി സംബന്ധിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് കെ ബാബു. രാജി സ്വീകരിക്കേണ്ട എന്ന നിലപാടിൽ എ ഗ്രൂപ്പ്. കോവൂർ കുഞ്ഞുമോൻ MLA സ്ഥാനം രാജിവെച്ചു. ആത്മാഭിമാനമുള്ളവർക്ക് UDF-ൽ തുടരാനാവില്ല. CPM-മായി സഹകരിക്കുമെന്ന് കുഞ്ഞുമോൻ. RSP LDF വിട്ടത് ചിലരുടെ സ്വാർത്ഥ താൽപര്യം മൂലമെന്നും വിമർശം. ദേശീയ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഒരുങ്ങി കോഴിക്കോട്. ദീപശിഖ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലെത്തി. മത്സരങ്ങൾ നാളെ രാവിലെ മുതൽ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടു. സോളാർ കമ്മീഷനിൽ സരിത എസ് നായർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. KB ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സെക്രട്ടറി പ്രദീപ് കുമാർ ഉൾപ്പെടെ മറ്റു 6 പേർക്കെതിരെ കേസെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ കോടതി പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും തുല്യനീതിയാണെന്ന് വ്യക്തമാക്കി. കോടതിക്ക് കോടതിയുടെ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ ഉത്തരവ് വേണ്ടിവരുമെന്നും കോടതി പറഞ്ഞു. അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് പോലീസാണെന്നും വിജിലൻസ് കോടതി ജഡ്ജ് SS വാസൻ പറഞ്ഞു. സംഭവം നടന്നത് തിരുവനന്തപുരത്താണെന്നും അതുകൊണ്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ കേസ് വരില്ലെന്ന സർക്കാർ അഭിഭാഷകന്റെ വാദം കോടതി തള്ളി. കോടതിയുടെ പരിധിയിൽപ്പെട്ട എറണാകുളത്തും ഇടപാടുകൾ നടന്നെന്ന പരാതിക്കാരന്റെ വാദം കോടതി അംഗീകരിച്ചു. അന്വേഷണം നടത്തുന്നത് കോടതിയുടെ ചുമതലയല്ല. അന്വേഷണം നടത്തുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം നടത്തി കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. 3 മാസത്തിനകം അത് അന്വേഷണം നടത്തി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സെക്രട്ടറി പ്രദീപ് കുമാർ, സരിത എസ് നായർ, മുഖ്യമന്ത്രിയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെനി ജോപ്പൻ, മുൻ ഗൺമാൻ സലീം രാജ്, മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ PA കേശവൻ എന്നിവർക്കെതിരെ കേസെടുക്കാനും കോടതി നിർദ്ദേശിച്ചു. കേസിൽ ദ്രുതപരിശോധനാ റിപ്പോർട്ടിന് കാത്തുനിൽക്കാതെയായിരുന്നു കോടതി നടപടി. സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്ക് 1,90,00,000 ആര്യാടൻ മുഹമ്മദിന് 40 ലക്ഷവും നൽകിയെന്നായിരുന്നു സോളാർ കമ്മീഷനിൽ സരിതയുടെ മൊഴി. മീഡിയ 1 തൃശൂർ. FIR രജിസ്റ്റർ ചെയ്യണമെന്ന വിധിയെ നിയമപരമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി. ഹൈക്കോടതിയിൽ സ്വകാര്യ അപ്പീൽ നൽകുമെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പൊതുവായ ഒരു ഇതുണ്ടായിട്ടുള്ളത്. അതനുസരിച്ച് നടപടി ഉണ്ടാകും. സ്വകാര്യ അപ്പീലായിരിക്കും നൽകുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ, ശ്രീ PM സുരേഷ് ബാബു എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിൽ, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി മലപ്പുറം സ്റ്റുഡിയോയിൽ, ശ്രീ NP ചേക്കുട്ടി കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ശ്രീ AN ഷംസീർ കണ്ണൂർ സ്റ്റുഡിയോയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കെ ബാബു രാജിവെക്കാൻ കാരണമായ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. അതിന് 2 മാസത്തേക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അതേ കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ട സാഹചര്യമില്ലല്ലോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക്. നിലവിലെ പൊതുവായ സാഹചര്യങ്ങൾ പരിഗണിച്ചാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടുന്ന കാരണങ്ങളുണ്ടോ? അല്ല, ബാബുവിൻ്റെ കാര്യത്തിലുള്ള തൃശ്ശൂർ കോടതിയുടെ ഉത്തരവ് തള്ളി എന്ന് പറഞ്ഞത് ശരിയല്ല. അത് 2 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നു. 10 ദിവസം അവിടെ വിജിലൻസ് സമയം ചോദിച്ചിരുന്നു. ആ 10 ദിവസം ഇന്ന് ഹൈക്കോടതി അനുവദിച്ചു. ആ 2 മാസത്തേക്കാണ് സ്റ്റേ ഉള്ളത്. അതുകൊണ്ട് FIR ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അനാവശ്യമായ തിടുക്കം കാണിച്ചതിന് എന്ന് മാത്രമാണ് ഹൈക്കോടതി ചോദിച്ചത്. സമാനമായ സാഹചര്യങ്ങളിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആര്യാടൻ മുഹമ്മദിനും എതിരെ അതേ കോടതി തന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്തതിനുള്ള ഉത്തരവിട്ടിരിക്കുന്നു. അഴിമതി നിരോധന നിയമമനുസരിച്ച് അതിൻ്റെ 5-ാം വകുപ്പ് അനുസരിച്ച്
ഒരു വിജിലൻസ് ജഡ്ജിക്കുള്ള അധികാരം ഉപയോഗിച്ച് തന്നെയാണ് ആ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ ധൃതി ആയിപ്പോയി, തിടുക്കമായി പോയി എന്നൊക്കെ ഹൈക്കോടതി സ്വകാര്യ അപ്പീൽ കൊടുക്കുമെന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് കേട്ട് അറിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സാധാരണ സെഷൻസ് ജഡ്ജിക്ക് ഇല്ലാത്ത അധികാരങ്ങൾ അഴിമതി നിരോധന നിയമം അനുസരിച്ച് വിജിലൻസ് ജഡ്ജിക്കുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് തന്നെയാണ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ആകാമായിരുന്നു. പക്ഷേ ഒരു അന്യായമുണ്ട്, സ്വകാര്യ അന്യായമുണ്ട്. ആ അന്യായം ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കുന്നതിനുള്ള ഉത്തരവ് കോടതി നൽകിയിരിക്കുന്നത്. അതിൽ അസാധാരണമായി ഒന്നുമില്ല. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമോ എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെതായ ഒരു നിശ്ചയം പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ്. ഇവിടെ ഇപ്പോൾ സാങ്കേതികമായി നിയമപരമായി പ്രഥമദൃഷ്ട്യാ തെറ്റ് എന്ന് പറയാവുന്ന ഒന്നും സംഭവിച്ചിട്ടില്ല. തിരിച്ചു വരാം. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, രാഷ്ട്രീയമായി ധാർമ്മികമായും രാഷ്ട്രീയ സദാചാരത്തിൻ്റെയും പേരിൽ രാജിവെക്കേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നതാണ് പക്ഷേ CPMൻ്റെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന പലതരം ഉദാഹരണങ്ങളിലൊന്ന് K. കരുണാകരൻ്റെ രാജി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടത് തന്നെയുമാണ്. ആ അർത്ഥത്തിൽ ഇത്രമേൽ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നതല്ലേ രാഷ്ട്രീയ മാന്യത? അല്ല, ഒരു പൊതുപ്രവർത്തകൻ സാധാരണ നിലയിൽ ഒരു നിയമസഭാംഗമോ മുഖ്യമന്ത്രിയോ ഒക്കെ ആയി വരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിലേറെ വിശുദ്ധി ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പാലിച്ചതിന് ശേഷമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഒരു ആരോപണത്തിൻ്റെ പേരിൽ പിറ്റേ ദിവസം ഒരു മന്ത്രിസഭ പോലും ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള വിധി കേരളത്തിലുണ്ടായിട്ടില്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ വിജിലൻസ് കോടതി അച്യുതാനന്ദനെ ഭൂമിദാന കേസിൽ 1-ാം പ്രതിയാക്കി കേസെടുക്കാൻ പറഞ്ഞില്ലേ? അന്ന് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവിൻ്റെ അധികാര കസേര ഒഴിവാക്കി അദ്ദേഹം ആ കാറൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം പോവുകയാണോ ചെയ്തത്? അതുപോലെ തന്നെ ശ്രീമതി ടീച്ചർ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴല്ലേ നവജാത ശിശുക്കൾ മരണപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീമതി ടീച്ചർക്കെതിരെ പ്രതി ചേർത്ത് കേസെടുത്തത്? അന്നൊക്കെ ഈ വിജിലൻസ് കോടതിയോട് ഇല്ലാത്ത ഒരു ബഹുമാനം ഇപ്പോൾ വിജിലൻസ് കോടതിയോട് അങ്ങ് പൊട്ടി വരികയാണോ? ഒന്ന് വിജിലൻസ് കോടതിയുടെ വിധിയെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന് ഇതുപോലെ വന്ന ഒരു വിധി എങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഇന്ന് ബാബുവിൻ്റെ കാര്യത്തിൽ കോടതി കണ്ടത് എന്നത്. കാരണം ഇന്നേ വരെയുള്ള ഇന്ത്യയുടെ നമ്മുടെ ഇതുവരെയുള്ള സുപ്രീം കോടതിയുടെ വിധികളും ഒക്കെ എടുത്ത് പരിശോധിച്ചാലും കാണുന്ന ഒന്നുണ്ട്. ഒരു പ്രിലിമിനറി എൻക്വയറി പോലും നടത്താതെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ FIR തയ്യാറാക്കരുത് എന്നുള്ള ഒരു രീതിയിലേക്ക് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങളല്ലേ ഇവിടെ പാലിക്കപ്പെടേണ്ടത്? പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അപ്പീൽ പോകണമെന്ന് പറയുന്നത്. കാരണം ഇതിൽ ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ്. ഇന്ന് പോലും നമുക്കറിയാം, സുബ്രഹ്മണ്യ സ്വാമി കെജ്രിവാളിനെതിരെ കേസ് കൊടുക്കുമ്പോൾ എന്താണ് എടുത്ത മാനദണ്ഡം? ആ മാനദണ്ഡം എന്ന് പറയുന്നത് ഗവർണറോട് പറയുന്നു. എന്നിട്ട് ഗവർണറോടാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഗവർണറാണ് അവരുടെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി എന്നുള്ള രീതിയിലാണ്. ആ രീതിയിലാണ് ഇന്ത്യയിലേക്ക് നിയമങ്ങൾ അറിയുന്ന ഏതൊരാളും പോവുക. ഇവിടെ അങ്ങനെ ഒന്നുമല്ല. ഇവിടെ നേരിട്ട് പോയി നേരെ ജഡ്ജി പറഞ്ഞു, അവർ പിറ്റേ ദിവസം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം പ്രതിപക്ഷ രാജി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തടഞ്ഞു. ഇങ്ങനെ ഒരു പൊതുപ്രവർത്തകന്മാരെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഈ രീതിയിൽ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്താകും അവസ്ഥ? അത് ജനാധിപത്യത്തിന് എത്രമാത്രം ഭൂഷണമാകും? അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണോ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞല്ലോ, ഏതൊരു അന്വേഷണത്തെയും നേരിടും. അത് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുള്ള തീരുമാനങ്ങൾ ആ കാര്യത്തിൽ വരട്ടെ. അതല്ലാതെ ഒരാൾ പറയുക പിറ്റേ ദിവസം കുറ്റവാളി എന്ന് മുദ്ര കുത്തുക, അങ്ങനെ പോകേണ്ടതാണോ? ഏതാനും ദിവസം മുമ്പാണല്ലോ ഇതുപോലെ തന്നെ ബിജു രമേശിൻ്റെ ഒരു മൊഴി വന്നല്ലോ. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ഓരോരുത്തരുടെയും ബിജു രാധാകൃഷ്ണന്റെ മൊഴി വന്നത് ഒരു CD ഉണ്ടെന്ന് പറഞ്ഞു. ആ CD തെരഞ്ഞ അപസർപ്പക കഥകൾ പോലെ അന്ന് വൈകുന്നേരം വരെ ചാനലുകളൊക്കെ തുറന്നു വെച്ച് കേരളം കാത്തിരുന്നു. ഇപ്പോൾ കൊണ്ടുവരും. എവിടെയാ പോയി അവസാനിച്ചത്? മാണിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവസാനം കോടതി പോലും ഇപ്പോഴെത്തി നിൽക്കുന്ന അവസ്ഥ എന്താണ്? നമ്മൾ യാഥാർത്ഥ്യങ്ങളെ കാണാതിരുന്നുകൂടാ. പിണറായി വിജയനെതിരെയുള്ള കേസ്, ലാവ്ലിൻ കേസ്, അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പോഴെന്താ പറയുന്നത്? വിചാരണ പോലും കൂടാതെ എങ്ങനെയാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് എന്ന് കോടതിയാണ് ചോദിക്കുന്നത്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളാണ്. പൊതുപ്രവർത്തകന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വരുമ്പോഴേക്കും അവരുടെ രാജ്യം ആവശ്യപ്പെടുക, ഒരു ഗവൺമെന്റിനെ താഴെ ഇറക്കുക, ഇങ്ങനെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ പ്രയോഗിച്ചാൽ അത് എത്രമാത്രം ഗുണപരമാകും എന്ന് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീ AN ഷംസീർ, വില കുറഞ്ഞ രാഷ്ട്രീയ പ്രയോഗമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് എൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയേക്കാൾ മേലിലുള്ള
മനസാക്ഷിയുടെ ശക്തിയുണ്ട് എനിക്ക്, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്നത്, അത് നിയമപരമായ ഒരു തരത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടതുണ്ട് എന്ന സാഹചര്യം ഇല്ല. കെ ബാബു അപ്പോഴുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു ആശങ്ക പുറത്തങ്ങ് രാജിവെച്ചതാണ്. ആ സാഹചര്യം തുടരാനുള്ള സാഹചര്യം പോലും ഇപ്പോഴില്ല. കെ ബാബുവിൻ്റെ കാര്യത്തിൽ തന്നെ ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് ആ ഉത്തരവിനെ, വിജിലൻസ് കോടതിയുടെ ഉത്തരവിനെ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്യുക, 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുക എന്നതാണ്. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെടാതിരിക്കുക എന്ന രാഷ്ട്രീയ മാന്യതയല്ലേ പ്രതിപക്ഷം കാണിക്കേണ്ടത്? ഞാൻ സനീഷ്, ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു വാക്ക് തന്നെ കോട്ട് ചെയ്യാം. 1995 അദ്ദേഹം കരുണാകരനെക്കുറിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വിശ്വസിക്കില്ല. അതുപോലെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്ന വാക്കുകൾ അബ്ദുറഹിമാൻ രണ്ടത്താണി ഉൾപ്പെടെ കേരളത്തിൻ്റെ പൊതുസമൂഹം വിശ്വസിക്കില്ല. അബ്ദുറഹിമാൻ രണ്ടത്താണി ഇവിടെ വന്നിരിക്കുന്ന നിയോഗിക്കപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മുന്നണിയെ ന്യായീകരിക്കാതെ വേറെ മാർഗ്ഗങ്ങളില്ല. ഇവിടെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കമ്പനിയെ വിളിക്കുക ഡി കമ്പനി എന്നാണ്. അതുപോലെ ഉമ്മൻചാണ്ടിയെ കമ്പനിയെ ഞങ്ങൾ വിളിക്കുന്നത് ഒ കമ്പനിയാണ്. ഇവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മാഫിയ സംഘം പോലും ഭയപ്പെടുന്ന രീതിയിൽ അവരെ പോലും പരാജയപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സരിതാ നായർ വെളിപ്പെടുത്തൽ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഈ തമ്പാനൂർ രവി പറഞ്ഞൊരു കാര്യമുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലെ ഗവൺമെന്റ് പ്ലീഡർ റോഷനെ നിങ്ങൾ പോയി കാണണം. നിങ്ങൾ സരിതാ നായർ തേർഡ് റേറ്റ് ആണെന്ന് പറയുമ്പം ഈ സരിതാ നായരോട് എന്തിനാണ് റോഷനെ കാണാൻ പോയി പറയേണ്ട കാര്യം? അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരെ നിയമസഭാ ലംഘനത്തിന് കേസെടുക്കണം. കാരണം അദ്ദേഹം നിയമസഭക്കകത്ത് പറഞ്ഞു, രണ്ടത്താണി ഉൾപ്പെടെ ഇരിക്കുന്ന നിയമസഭക്കകത്ത് പറഞ്ഞു, ഇത്തരത്തിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല, എനിക്ക് സരിതാ നായരെ പരിചയമില്ല. പക്ഷേ അദ്ദേഹം ഡെപ്പോസിഷൻ കൊടുത്തു. എവിടെ? ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന് മുമ്പാകെ ഞാൻ 3 തവണ കണ്ടു എന്ന്. അത് നിയമസഭയുടെ അപമാനിക്കലാണ്, നിയമസഭ ചട്ടലംഘനമാണ്. അത് പക്ഷേ സെബാസ്റ്റ്യൻ പോൾ കൃത്യമായി പറയാൻ സാധ്യതയുണ്ട്. അതുപോലെ രണ്ടത്താണി ആളുകളെ പറ്റിക്കുക. രണ്ടത്താണി പറയാം, എന്താ VS-നെതിരെ കേസ്, എന്താ നിങ്ങൾ എന്താ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്? വായുവിൽ നിന്നൊരു കാര്യം കെട്ടിപ്പൊക്കിയാൽ നിൽക്കില്ല. നിങ്ങൾ ശ്രീമതി ടീച്ചറെ കുറിച്ച് പറഞ്ഞു, ഏതാ കേസുള്ളത്? രണ്ടത്താണി തെറ്റിദ്ധരിപ്പിക്കാൻ വിളിച്ചു പോകരുത്. അത് മാത്രമല്ല, എനിക്കിവിടെ ഞാൻ ക്ഷമാപൂർവ്വം നിന്നല്ലോ. നിങ്ങൾ ആര് ഷംസീർ, അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ 2 കാര്യങ്ങളെ പോലെ ഇല്ലാതായി പോകുന്ന കേസാണ് മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ളതും എന്നാണ്. അതിന്റെ പേരിൽ എന്തിനാണ് രാജിവെക്കേണ്ട ആവശ്യമെന്നാണ്. ഒരിക്കലും വേണ്ട, ഒരു സംശയവും വേണ്ട. ഞാനിപ്പോ ഇവിടെ സംസാരിക്കുമ്പം ഇവിടെ ചാനലിനകത്ത് വന്ന് ഡിജിറ്റൽ റെക്കോർഡ് ഉണ്ടെന്ന് പറയുന്നത് രണ്ടത്താണി പ്രകോപിപ്പിക്കേണ്ട വെറുതെ സരിതാ നായരെ പ്രകോപിപ്പിച്ച് സരിതാ നായർ 10% പറഞ്ഞിട്ടുള്ളൂ, 90% ബാക്കിയുണ്ട്. 90% പറഞ്ഞാൽ രണ്ടത്താണി ഉൾപ്പെടെയുള്ള ആളുകൾ ഓടിപ്പോകേണ്ടി വരും. ആ ഒരു സാഹചര്യമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ഏതായാലും ഇത്രമാത്രം ഒരു നാറ്റം ഏറ്റുവാങ്ങിയ ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞല്ലോ, ബാബുവിന്റെ എന്തേ ഹോൾഡ് ചെയ്ത് വെച്ചത്? ബാബുവിന്റെ രാജി ഹോൾഡ് ചെയ്ത് വെക്കാൻ കാരണം ചില ചേംബർ മാനേജ്മെന്റ് നടത്താൻ സാധിക്കും എന്ന ബോധ്യം ഉമ്മൻചാണ്ടിക്കുണ്ട്. മാണി സാറിന്റെ രാജി സ്വീകരിച്ച ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് ബാബുവിന്റെ രാജി കീശയിൽ വെച്ച് നടന്നു? അതിനർത്ഥം ചേംബർ മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രാപ്തി ഞങ്ങൾക്കുണ്ട്, അത് കൃത്യമായി റദ്ദീകരിക്കാൻ സാധിക്കും. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ 19 Clause 3 ഉണ്ട്. അതിന്റെ ലംഘനം അവിടെ നടന്നിട്ടുള്ളത് സെബാസ്റ്റ്യൻ പോൾ ഇവിടെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ നിങ്ങൾ നേരത്തെ ഇത് വളരെ പ്ലാൻഡ് ആണ്, നിങ്ങൾ ഡിസൈൻ ചെയ്ത സംഭവമാണ്. ബാബുവിന്റെ കയ്യിൽ നിന്ന് രാജി വാങ്ങിച്ചാൽ അത് ഗവർണർ കൊടുക്കുക, അത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരം ഒരു റിമാർക്സ് വരും, അദ്ദേഹം തിരികെ കയറ്റാമെന്നാണ്. കേരളത്തിന്റെ പൊതുസമൂഹം ഇത് അംഗീകരിക്കുമെന്ന് ധരിക്കണ്ട. നിങ്ങളിപ്പോ ജഡ്ജിയുടെ ശവമഞ്ചോമ്പ് നടക്കുക, വിജിലൻസ് ജഡ്ജിയുടെ ശവമഞ്ചോമ്പ് നടക്കുകയാണ്. ഷംസീർ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PM സുരേഷ് ബാബു, 95-ൽ ധാർമ്മികത ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാലത്തിനനുസരിച്ച് ധാർമ്മികത മാറും. ധാർമ്മികത എല്ലാ കാലത്തും ഒരേ അതിൽ വരമ്പിൽ നിൽക്കുന്നതല്ല. എങ്കിലും ആ ധാർമ്മികത എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്വയം ബാധകമാക്കാത്തത്? നമ്മളിതിനെ ഒരു 95-ഉം അതിൻ്റെ പിറകോട്ടുള്ള വർഷങ്ങളും വെച്ചിട്ടല്ലല്ലോ വിശകലനം ചെയ്യേണ്ടുന്നത്. കാലികമായൊരു പ്രശ്നമാണ്. ഈ കാലികമായ പ്രശ്നത്തിനകത്ത് മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കണം, ആ നിലപാട് ശരിക്കും. ഇപ്പം ഞാനിപ്പോൾ ഷംസീർ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ താങ്കളോട് ചോദിക്കട്ടെ. ഇന്ന് രാവിലെ കോടതിയിലൊരു പരാമർശം ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ന് 11 മണിക്ക് ശേഷമാണല്ലോ കോടതി പരാമർശം വരുന്നത് മുഖ്യമന്ത്രിക്കെതിരായിട്ട്. ഇന്ന് രാവിലെ സരിതയുടെ വാക്ക് കേട്ട് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ചതെന്താ? എന്തെന്നാണ് ഇതൊക്കെ? രാഷ്ട്രീയം എവിടെയാണ് നിൽക്കുന്നത്? കയ്യൂക്ക് കണ്ണ്. കോൺഗ്രസ് പാർട്ടി കയ്യൂക്കിൻ്റെ ആളല്ല. ഞങ്ങളുടെ മുന്നണി ഘടക കക്ഷികൾ ഒന്നും കയ്യൂക്കിൻ്റെ ആളുകളല്ല. ഞങ്ങൾ പഠിച്ച രാഷ്ട്രീയം ഒരു ചകിടത്തടിച്ചാൽ മറ്റേ ചകിടും കാണിച്ചു കൊടുക്കുന്നൊരു മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയം പ്രാവർത്തികമാക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷെ കയ്യൂക്ക് കാണിക്കുന്നവൻ,
ലക്ഷ്യവും മാർഗവും ഒരുപോലെ ശുദ്ധമായിരിക്കണമെന്ന് വാദിക്കുന്ന ഞങ്ങളും ലക്ഷ്യം മാർഗത്തെ ന്യായീകരിച്ചുകൊള്ളും എന്ന സിദ്ധാന്തമുള്ള ശംഷീറുമാണല്ലോ ഇന്ന് കാലത്ത് മുഖ്യമന്ത്രിക്കെതിരായി കാണിച്ചത്. എന്ത് കാര്യത്തിലാണ്? അപ്പോൾ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കേരളീയ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ ഉയർത്തിക്കാട്ടി ഞങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ കച്ചി തൊടില്ലെന്ന് ബോധ്യമുള്ള ഇടതുപക്ഷം മറ്റാരെയോ വിലക്കെടുത്ത് കൊണ്ട് നടത്തുന്ന ആരോപണങ്ങളാണ്. നമ്മളൊരു ചാനലിന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ 10 കോടി ഉറുപ്പിക തരാൻ തയ്യാറാണ് മുഖ്യമന്ത്രിക്കെതിരെ, ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ എന്ന്. ഇതേ സരിതയല്ലേ പറഞ്ഞത്? പറയട്ടെ, നാളെ അങ്ങനെ സരിത പറഞ്ഞ ആ മൊഴി ഉപയോഗിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ ഇവർ പറയട്ടെ. EP ജയരാജനെതിരെ, സജി ചെറിയാനെതിരെ. ഒന്നുകൂടെ ശ്രീ PM സുരേഷ് ബാബു, അതിന് ആളുകൾ മറുപടി നൽകും. ഇതേക്കാൾ ഗൗരവതരമായ സാഹചര്യം തന്നെയായിരുന്നോ യഥാർത്ഥത്തിൽ കരുണാകരന് ആ കാലത്തുണ്ടായിരുന്നത്? രാജിവെക്കാൻ തക്കതായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു? അല്ല, അതൊരു കാലഘട്ടത്തിൻ്റെ ഓരോ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യങ്ങൾ അത്രയൊക്കെ തന്നെയാണ്. 95-ലെ ധാർമ്മികത ഇപ്പോഴില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൈബർ യുഗത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെത് അന്ന് നാം ധരിക്കുന്ന വേഷം, അന്ന് ഇന്നത്തെ പെൺകുട്ടികൾ ധരിക്കുന്ന വേഷം, അന്നത്തെ പെൺകുട്ടികൾ ധരിക്കുന്ന വേഷമാണോ ഇന്നത്തെ പെൺകുട്ടികൾ ധരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ കാലത്തിനനുസരിച്ചൊരു മാറ്റം പലതിലും ഉണ്ടായിട്ടുണ്ട്. 95-ഉം 2015 തമ്മിൽ 20 വർഷത്തിൻ്റെ വ്യത്യാസമാണ്. അതിനുശേഷം ജനിച്ചവർ വെറും പ്രായപൂർത്തി വോട്ടവകാശത്തിൽ പെടുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ അതിനെ അനലൈസ് ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ല. ഒരു കാര്യം കൂടെ, അതായത് അന്ന് കെ കരുണാകരനെതിരെ ഉമ്മൻചാണ്ടി അതിശക്തമായി നിന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഇന്ന് ആരും അങ്ങനെ നിൽക്കാനില്ല എന്നതുകൊണ്ട് കൂടെയല്ലേ അദ്ദേഹം അത് ചെയ്യാതിരിക്കുന്നത്? അങ്ങനെയല്ല. ഞാൻ അന്നത്തെ രാജിയോടും ഇന്നത്തെ രാജിയോടും ഒക്കെ വ്യക്തിപരമായി എതിരുള്ള ഒരാളാണ്. അത് ഞാൻ അതിനെ വിശദീകരിക്കാനൊന്നും ഞാനില്ല. പക്ഷെ അന്നും രാജി, ഇതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ ശ്രീ അണ്ടത്താണിയോട് യോജിക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ഇതിനേക്കാൾ പലതിനേക്കാൾ കൂടിയ ലിറ്റ്മസ് ടെസ്റ്റ് അതിജീവിച്ചിട്ടാണ് ഇവർ മന്ത്രിയും മുഖ്യമന്ത്രിയും MLAയും MP-യും ഒക്കെ ആകുന്നത്. തീർച്ചയായും ജനകീയ കോടതിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കോടതി. അത് സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. ശ്രീ NP ചേക്കുട്ടി, രാഷ്ട്രീയമായി, നിയമപരമായി, ധാർമ്മികമായി, നിയമപരമായി എന്തായാലും മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന കാര്യത്തിലേക്ക് എത്തേണ്ടുന്ന യാതൊരു സാഹചര്യവുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. മറ്റേതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയത്തിൻ്റെ അളവുകോലുകൾ വെച്ച് അളന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക എന്നതിലേക്ക് പോകേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള യുദ്ധമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് ജുഡീഷ്യറിയൊക്കെ അതിനകത്ത് വലിച്ചഴിച്ച് കൊണ്ടുവരാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ ബാറ്റിലാണ്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അറ്റാക്കാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തയ്യാറാവുന്നുണ്ട്. നിയമപരമായിട്ട് കോടതിയിൽ നിന്ന് വന്നൊരു കാര്യത്തിനെതിരായിട്ട് സംബന്ധിച്ച് അദ്ദേഹം നിയമപരമായി ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവർക്ക് മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷമുണ്ട്. അതൊരു റിയാലിറ്റി. അന്ന് കുഞ്ഞുമോൻ മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് കേരളത്തിലെ UDF-ന് നിയമസഭയിൽ ഭൂരിപക്ഷമുണ്ട്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം സ്റ്റിക്ക് ചെയ്യുന്നതായിട്ട് വന്നിട്ടില്ല. സരിത അവിടെ പറഞ്ഞു, കോടതിയിൽ ഇതിനകത്ത് പറഞ്ഞു 2 കോടി കൊടുത്തു എന്ന് പറഞ്ഞു. അത് മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട ആരോ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ ഒരു ഗൗരവമുള്ള വിഷയമാവുന്നത് എപ്പോഴാണ്? ആ ജുഡീഷ്യൽ കമ്മീഷൻ അതിനകത്ത് ഒരു തീരുമാനത്തിൽ വരികയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുകയോ ചെയ്യുമ്പോഴാണ് ഒരു ആരോപണം മാത്രം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിപ്പം വിജിലൻസ് കോടതി ആ നടപടിയെടുത്തതിനെ കുറിച്ചാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞിരിക്കുന്നത്. വിജിലൻസ് കോടതി എടുത്ത ഈ നടപടി യഥാർത്ഥത്തിൽ ലീഗലി ജസ്റ്റിഫയബിൾ ആണോ എന്ന് ചോദിച്ചാൽ സെബാസ്റ്റ്യൻ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ കഴിഞ്ഞ 10-30 വർഷക്കാലത്തെ പത്രപ്രവർത്തന ചരിത്രം, ഞാൻ ഒരുപാട് കാലം കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു അമിത ഉത്സാഹത്തോടു കൂടി ഒരു കോടതിയും ഇന്ന് വരെ ഇങ്ങനൊരു ഉത്തരവിട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പെട്ടെന്ന് നമ്മുടെ സാഹചര്യങ്ങൾ മാറിയതുകൊണ്ടായിരിക്കും. എന്തായാലും ശരി, നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായിട്ട് കോർണർ ചെയ്യാനൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തെ ശക്തമായിട്ട് നേരിടാനുള്ള ഒരു അവകാശം ഉമ്മൻചാണ്ടിക്ക് നമ്മൾ കൊടുത്തേ പറ്റൂ. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ്, മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ, അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ വേണ്ടത് മന്ത്രിസഭ രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക്, കാരണം ഈ 2 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് പോകണം. അങ്ങനത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ഉമ്മൻചാണ്ടി ഏതെങ്കിലും കളങ്കിതനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഒരു കളങ്കിതനായിട്ടുള്ള ഒരു ഇമേജ് ഇപ്പോൾ ഈ നിമിഷം വരെ ഉമ്മൻചാണ്ടിക്ക് ഇല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വിജിലൻസ് കോടതിയുടെ നടപടി തിടുക്കത്തിലുള്ളതായിപ്പോയി എന്ന് അത് 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ മുഖ്യമന്ത്രിക്കും ആര്യാടനുമെതിരായിട്ടുള്ള വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ
അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായ നടപടികൾ ഉണ്ടാകും എന്ന് കൂടെ പറഞ്ഞുകൊണ്ടുള്ളതാണല്ലോ. ഈ അസാധാരണമായ നടപടികൾ നിർബന്ധിതമാക്കുന്ന അസാധാരണമായ സാഹചര്യം രാഷ്ട്രീയ കേരളത്തിൽ നിയമപരമായി ഇപ്പോഴുണ്ടോ? നാളെ ഹൈക്കോടതി പരിശോധിച്ചാൽ ഈ അസാധാരണ സാഹചര്യമെന്ന് ആ വിജിലൻസ് ജഡ്ജ് കണ്ടെത്തിയ സാഹചര്യം തിടുക്കത്തിലുള്ള തള്ളിക്കളയേണ്ടുന്ന സാഹചര്യം മാത്രമായിരുന്നു എന്ന് കണ്ടെത്തിയാൽ ജുഡീഷ്യൽ സംവിധാനത്തെ തന്നെയല്ലേ അത് ബാധിക്കുക? ആ അർത്ഥത്തിൽ വിജിലൻസ് കോടതി ശരിയല്ലാത്ത നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? അല്ല, തിടുക്കവും അത്യുത്സാഹവും അനാവശ്യമായ പദപ്രയോഗങ്ങളുമൊക്കെ കോടതികൾ ഒഴിവാക്കേണ്ടതാണ്. അത് ഇന്നത്തെ വിജിലൻസ് കോടതി പരാമർശം മാത്രമല്ല, പൊതുവെ ഞാൻ എപ്പോഴും ആ കാര്യം പറയാറുള്ളതാണ്. പക്ഷേ നമുക്കിന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിയമപരമായി ആ നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് അത് ഏതായാലും നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടി വരും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നിയമാനുസൃതമായ ഒരു ഉത്തരവാണ് തൃശ്ശൂർ കോടതി നൽകിയിരിക്കുന്നത്. അത് ശരിയോ തെറ്റോ, അത് ന്യായീകരിക്കത്തക്ക അസാധാരണമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാം. ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇവിടെ ഇപ്പോൾ അതിനേക്കാൾ ഉപരിയായി ഷംസീറൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കേരളത്തിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് സരിത എന്ന സ്ത്രീ പരസ്യമായി കമ്മീഷന്റെ മുമ്പാകെയും തെരുവിൽ ക്യാമറകൾക്ക് മുമ്പിലും ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു, വേഷം മാറിയിരിക്കുന്നു, അതിന് അനുസൃതമായി നിലപാടുകളിൽ മാറ്റം വരും എന്നൊക്കെ ഇവിടെ സുരേഷ് ബാബു പറഞ്ഞു. അങ്ങനെയാണോ നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്? അന്ന് 95 ഉണ്ടായിരുന്ന ധാർമ്മികത അല്ലെങ്കിൽ ആ രാഷ്ട്രീയ മര്യാദ അത് ഇപ്പോൾ 2016 മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നത്തെ അവസ്ഥയിൽ വളരെ കലുഷമായ അസാധാരണമായ സാഹചര്യമെന്ന് കോടതി പറഞ്ഞത് ആ രീതിയിൽ പൂർണ്ണമായും ശരി തന്നെയാണ്. വളരെ കലുഷിതമായ അപമാനകരമായ രാഷ്ട്രീയ കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു സമൂഹത്തിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് പരിഹാരം കണ്ടെത്തേണ്ട വ്യക്തി ചേക്കുട്ടി പറഞ്ഞതുപോലെ അത് ഉമ്മൻചാണ്ടി തന്നെയാണ്. ഉമ്മൻചാണ്ടി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് പകരം എന്താണ് ഇതിനൊരു പോംവഴി എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും വളരെ ഗൗരവമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, നമുക്ക് സരിതയുടെ ഇന്നും കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ മൊഴിയുടെയൊക്കെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ കാര്യങ്ങളെ വസ്തുതാപരമായി മാത്രം നോക്കുന്ന ആളുകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അദ്ദേഹം എത്ര ഉയർന്ന രാഷ്ട്രീയ നേതാവാണെങ്കിൽ പോലും സരിത എസ് നായരും രണ്ട് ഇൻഡിവിജ്വൽസ് എന്ന നിലയിൽ തുല്യരാണ്. നിയമത്തിന് മുന്നിൽ അവർ തുല്യരാണല്ലോ. നിങ്ങൾ അവരെ തട്ടിപ്പുകാരി എന്ന് ആവർത്തിച്ച് ഞാൻ മാത്രമാണ് തട്ടിപ്പുകാരി എന്ന നിലക്ക് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നവർ ഇന്നലെയും പറഞ്ഞു. അവർ കൊടുത്ത മൊഴി, അവർ എൻ്റെ കൈവശം തെളിവുകളുണ്ട് എന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്. ഡേറ്റ് കൃത്യമാണ്, ഇന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങനെ പോയി, ഇന്ന വിമാനത്തിൽ കയറിയാണ് പോയത് എന്നടക്കം ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവർ ഈ കാര്യങ്ങൾ സോളാർ കമ്മീഷൻ മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെങ്കിൽ 3 തവണ കണ്ടിട്ടുണ്ടാകാം എന്നൊഴുക്കൻ മട്ടിലാണ്. 27-ാം തീയതിയാണോ 29-ാം തീയതിയാണോ എന്നത് സംബന്ധിച്ച് നിയമസഭയ്ക്കകത്ത് ശ്രീരാമകൃഷ്ണൻ MLA സബ്മിഷന് മറുപടിയായി ശ്രീരാമകൃഷ്ണൻ MLA ചോദ്യം ചോദിച്ചതിന് മറുപടിയായിട്ട് പറഞ്ഞ ഉത്തരമല്ല ഇന്ന് കഴിഞ്ഞ ദിവസം സോളാർ കമ്മീഷനിൽ 14 മണിക്കൂറിനിടെ അദ്ദേഹം കൊടുത്ത മൊഴി. അങ്ങനെ ഒരുപാടാണ് മുഖ്യമന്ത്രിയുടെ മൊഴിക്കകത്തെ വൈരുദ്ധ്യങ്ങൾ. ഇവരാണെങ്കിൽ വൈരുദ്ധ്യങ്ങളില്ലാതെ സംസാരിക്കുന്നുണ്ട് നാട്ടുകാർക്ക് മുന്നിൽ. ശരിയോ തെറ്റോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ രണ്ടുപേരെയും തുല്യമായി എടുത്താൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഏതോ നിലക്ക് എവിടെയൊക്കെയോ പതറുകയും കള്ളം പറയുകയും ചെയ്യുന്നു എന്ന തോന്നലുണ്ടാകുന്ന ആളുകൾ കൂടെയുണ്ട്. അവർക്ക് മുന്നിൽ ഇനിയും പിടിച്ചു നിൽക്കുന്നത് ശരിയാണോ? 20 കൊല്ലത്തിനകത്ത് ധാർമ്മികത ഒരുപാട് ചെറുതായിട്ടുണ്ട്, ലഘുവായിട്ടുണ്ട് എന്ന മട്ടിൽ പിൻവാങ്ങി നിൽക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി? അല്ല, ഒരു നിയമസഭയിൽ ഒരു മുഖ്യമന്ത്രി നൽകുന്ന മറുപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് നൽകുന്ന കുറിപ്പാണ്. ഏതൊരു വിഷയത്തെക്കുറിച്ചും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് നൽകും, അത് മുഖ്യമന്ത്രി വായിക്കും. അത്തരത്തിലുള്ളത് പിശക് ചൂണ്ടിക്കാണിച്ചാൽ ആ പിശക് തിരുത്തും. അത് മുഖ്യമന്ത്രി മാത്രമല്ല, പലപ്പോഴും പല ഘട്ടങ്ങളിലും ബഹുമാന്യനായ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലൊക്കെ പലതവണ ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇങ്ങനെ ഒരുപാട് ആവർത്തനങ്ങളുണ്ടായതാണ്. പക്ഷേ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ഗുരുതരമായൊരു വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം, അങ്ങനെയല്ലല്ലോ. അതിനപ്പുറം ഇതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വിധാനത്തിലേക്ക് എത്തിയ ഒരു വ്യക്തി, അദ്ദേഹത്തിന് കഴിഞ്ഞ കാലത്ത് പൊതുജീവിതം എന്ന് പറയുന്നത് സംശുദ്ധമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഇത്തരം കേസുകളിലൊക്കെ എന്ത് നിലപാടെടുക്കണമെന്ന് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. 71 സിറാജുദ്ദീൻ കേസ് സുപ്രീം കോടതിയിൽ തന്നെ വളരെ പ്രമാദമായ കേസാണ്. ആ കേസിലെ വിധിയിൽ തന്നെ പറയുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഒരു പ്രാഥമികമായിട്ടുള്ള വെരിഫിക്കേഷൻ നടക്കണം. അത് നടക്കേണ്ടത് അനിവാര്യമാണ്. അത് നടക്കാതെ ഒരു വിധി പറയുക എന്നുള്ളിടത്തേക്ക് പോവുക,
അതുപോലെ തന്നെ അനിൽകുമാർ ISRO കേസ്, ആ കേസിലും ഇതുപോലെ തന്നെ ഇവിടെ പറയും നിയമജ്ഞന്മാരായ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ കേസിലും പറയുന്നുണ്ട് അപ്പർ അതോറിറ്റിയിൽ നിന്ന് ഒരു അനുമതി ഉണ്ടാവുക. ഇതിനൊക്കെ ഇന്ത്യ രാജ്യത്ത് ഇതിനൊക്കെ ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ. ഇത് എന്റെ സംശയം ഈ ലളിതാകുമാരി വേഴ്സസ് UP കേസ് വെച്ച് പരിഗണിക്കുകയാണെങ്കിൽ ഇത് ഈ വിജിലൻസ് കോടതിയുടെ 2 നടപടികളും ശരിയായതല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉത്തരവിടേണ്ടത്? ആ ഉത്തരവിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ പിന്നീട് രാജിവെച്ചേക്കുക, ഒന്നും ആലോചിക്കാതെ രാജിവെക്കുക എന്ന ബാബു തൊട്ടു മുന്നേ എടുത്ത ധാർമ്മികമായ നിലപാട് തുടരുക എന്നത് മുഖ്യമന്ത്രിയും ആര്യാടനും ചെയ്യേണ്ടതല്ല. ഞാൻ ചോദിക്കുന്നത് ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വിധാനത്തിലാണ്. നിങ്ങളുടെ ധാർമ്മികതയാവില്ല എനിക്കുണ്ടാകേണ്ടത്. അതാണ് ഈ ധാർമ്മികതയല്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ മനസ്സാക്ഷിയാണ് പ്രധാനം. അതെന്താ നിങ്ങൾ മുകളിൽ എടുക്കാത്തത്? മുഖ്യമന്ത്രി തന്നെ ഇന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ മനസ്സാക്ഷിയാണ് പ്രധാനം. എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഞാൻ ചെയ്യാത്തൊരു കുറ്റമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉറച്ചു നിൽക്കില്ലേ? ആ നിലപാട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പല തീരുമാനങ്ങളിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എടുത്ത ധീരമായ സമീപനമാണല്ലോ. ആ സമീപനം അദ്ദേഹം ഇവിടെയും എടുക്കുന്നു. എൻ്റെ മനസ്സാക്ഷിയോട് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബിജു രാധാകൃഷ്ണൻ എത്ര തവണ നിങ്ങളുടെ ക്യാമറ ടീമൊക്കെ പോയില്ലേ? രാത്രി 8 മണി വരെ CD തെരഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, അന്നുണ്ടായ അവഹേളനം ചെറുതായിരുന്നു? ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ എൻ ഷംസീർ, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ആ പ്രായത്തിലുള്ള അത്ര കാലം ഈ രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി എന്ന ആ വ്യക്തിയെ അത്രമേൽ അപഹസിക്കുന്നതായിരുന്നല്ലോ ബിജു രാധാകൃഷ്ണന്റെ മൊഴിയും ആ CD-ക്ക് പിന്നാലെയുള്ള വെപ്രാളം പിടിച്ച ഓട്ടവും. അവിടെ നിന്ന് അദ്ദേഹം ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. 14 മണിക്കൂർ ചെന്ന് സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകി. അങ്ങനെയുള്ള ഒരാളെ വീണ്ടും ഈ പ്രശ്നങ്ങൾക്കകത്തുകൂടെ നടത്തിക്കൊണ്ടുപോകുന്നത്, ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിയാണോ? അതും ആരുടെ പേരിൽ? ആരുടെ മൊഴിയുടെ പേരിലാണ്? വലിയ തട്ടിപ്പുകാരിയാണെന്ന് എല്ലാവരും പറയുന്ന സരിത S. നായരുടെ മൊഴിയുടെ പേരിൽ. ഇവിടെ സരിത നായർ എനിക്ക് ഉമ്മൻചാണ്ടി പിതൃതുല്യാണെന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ടത്താണി കൈയടിച്ചു. പിതൃതുല്യാണെന്ന് പറഞ്ഞപ്പോൾ രണ്ടത്താണിയും കോൺഗ്രസും പറഞ്ഞു സരിത കേമത്തിയാണ്. പിന്നീട് പറഞ്ഞപ്പോഴല്ലേ സരിത പറയുന്നത് കള്ളമാണെന്ന് ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും ബോധ്യപ്പെടില്ല. ഞങ്ങൾക്കേതായാലും സരിതയുമായി ബന്ധമുള്ളത് UDF നേതാക്കന്മാർക്ക് തന്നെയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്നത് 14 മണിക്കൂർ ഒരു കമ്മീഷന് മുമ്പാകെ, അതും ഒരു തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്ന കമ്മീഷന് മുമ്പാകെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹാജരാവുക എന്ന് പറഞ്ഞാൽ രണ്ടത്താണിയും സെബാസ്റ്റ്യൻ പോളും ചെക്കുട്ടിയും സുരേഷ് ബാബുവും ഞാനും അടങ്ങുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അപമാനമാണ്. ആ നിമിഷം രാജിവെക്കണമായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച പാരമ്പര്യമുള്ള നാടാണ് കേരളം. ട്രെയിൻ പാളം തെറ്റിയപ്പോൾ AK ആന്റണി രാജിവെച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഒടുവിൽ കെ കരുണാകരൻ പോലും രാജിവെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ മാതൃക സ്വീകരിച്ചൂടാ? അദ്ദേഹത്തോട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാനല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നിരിക്കുന്നു, നിങ്ങൾ സംശുദ്ധി വരിച്ച് തിരിച്ചു വരട്ടെ. ഇവിടെ മാണിക്കുള്ളത് മാണിക്ക് കിട്ടി, ബാബുവിന് കിട്ടി, ഇനി സീസറിനുള്ളത് കിട്ടും. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ജനങ്ങൾ കൊടുക്കും. ഇവിടെ സുരേഷ് ബാബു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കയ്യൂക്കിന്റെ, അതായത് സിഖ് കൂട്ടക്കൊല കയ്യൂക്കല്ലല്ലോ. ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് സിഖ് കൂട്ടക്കൊല നടത്തിയ പാർട്ടിയാണ്. അതോടൊപ്പം ചാവക്കാട്ട് 3 പേരെ പരസ്പരം വാളെടുത്ത് വെട്ടിക്കൊന്നവരാ. അപ്പൊ നിങ്ങൾ ഈ കയ്യൂക്കിനെ കുറിച്ച് അധികം സംസാരിക്കേണ്ട എന്ന് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ, FIR കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. രജിസ്റ്റർ ചെയ്താൽ രാജിവെക്കണം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ചില അൺഹോളി, അൺഎത്തിക്കലായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതേതാണെന്ന് കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അതൊരു സംശയവും വേണ്ട, പറയാൻ ഞങ്ങൾ നിർബന്ധിതമാകും. ഇവിടെ നടക്കുന്ന DGP എന്തിനാണ് റോഷനെ കാണാൻ പറയുന്നത്? ആരാണ് റോഷൻ? നിങ്ങൾ പറയുന്ന തട്ടിപ്പുകാരോട് നിങ്ങൾ എന്തിനാണ് റോഷനെ കാണാൻ പറയേണ്ട കാര്യം? റോഷൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനകത്ത് ഗവൺമെന്റ് പ്ലീഡർ അല്ലേ? ആ ഗവൺമെന്റ് പ്ലീഡറെ പോയി കാണണം എന്ന് എന്തിനാണ് കേരളത്തിലെ DCCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന, വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന തമ്പാനൂർ രവി പറയേണ്ട കാര്യം? അപ്പൊ നിങ്ങൾക്കെതിരെ മൊഴി വരുമ്പം സരിത മോശവും, നിങ്ങൾക്ക് അനുകൂലമായി പറയുമ്പോൾ സരിതയ്ക്ക് വേണ്ടി കയ്യടി നടത്തുന്ന രീതി ശരിയാണോ? അപ്പൊ തട്ടിപ്പുകാരുമായി, അത് മാത്രമല്ല ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും അതുപോലെ സരിതാ നായരും ഒന്നിച്ചിരുന്ന് കണ്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ശ്രീധരൻ നായരെ കുറിച്ച് നിഷേധിച്ചല്ലോ. അപ്പൊ ദിവസങ്ങൾ കഴിയും തോറും കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുക. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ മാണിയോട് അപമാനിതനെ ഇറങ്ങുന്നതിന് പകരം രാജിവെച്ച് മാന്യമായി പോയിക്കോ ഞങ്ങൾ പറഞ്ഞു. ഒടുവിൽ അപമാനിതനെ മാണിക്ക് പോകേണ്ടി വന്നു. ബാബുവിനോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ അവസരത്തിൽ മാന്യമായി ഇറങ്ങണം. പക്ഷേ ബാബുവിനും നാണം കെട്ടു പോകേണ്ടി വന്നു. അതേ അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി എത്താൻ പോവുകയാണ്. കേരളത്തിനൊരു പ്രബുദ്ധതയില്ലേ? ആ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിൽ ഇത്തരം ഒരു ആരോപണം ഇന്നേ വരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ആരോപണവും ഇന്നേ വരെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നവരം ഉയർന്നു വന്നിട്ടില്ല. കരുണാകരൻ ഉയർന്നു വന്നിട്ടില്ലല്ലോ. കോൺഗ്രസിന് നേരത്തെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ, കോൺഗ്രസിന് നേരത്തെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. എന്താ ഇത്തരം ആന്റണിക്കെതിരെ ഉയർന്നു വന്നില്ലല്ലോ? ഇത്തരം ഒരു ആരോപണം ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നു വരുന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമാണ്, സരിത പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക.
ആ നിലയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു വരാം അപ്പോൾ ശ്രീ നിങ്ങൾ ഷംസീർ. എന്തെല്ലാം അതിനേത് ശ്രമിച്ചാലും മറുപടിയായിരിക്കും ശ്രീ PM സുരേഷ് ബാബു അടക്കമുള്ള പ്രചാരം നോക്കാം. ഞാൻ തിരിച്ചു വരാം ശ്രീ ഷംസീർ താങ്കളിലേക്കും ഒപ്പം മറ്റതിഥികളിലേക്കും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ NP ചേക്കുട്ടി, പലതരം രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളും ആരോപണങ്ങളും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പിണറായി വിജയൻ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, ലാവ്ലിൻ കേസ് ഇപ്പോഴും അദ്ദേഹം അതുമായുള്ള സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ ഇത്ര പ്രമാദമായൊരു കേസ്, ഒരുപാട് നൂലാമാലകൾ ഉള്ള സംഗതി, അകത്തും പുറത്തുമൊക്കെ വൈരുദ്ധ്യങ്ങൾ, എനിക്ക് ബിജു രാധാകൃഷ്ണൻ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നൊരിക്കൽ പറയുക, പിന്നീട് കണ്ടിരുന്നു എന്ന് പറയുക, സരിതയെ കണ്ടിട്ടേ ഇല്ല 3 തവണ കണ്ടിട്ടുണ്ടാകാമെന്ന് പറയുക, ഇങ്ങനെ വഴുതി പോകുന്ന പ്രസ്താവനകളിലൂടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കിയ മൊഴികളുടെ ഉടമസ്ഥൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയല്ലേ? സരിത അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതുമെല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന സംഗതികളല്ലേ? ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അത് സംബന്ധിച്ചുള്ള കുറവെങ്കിലും നാട്ടുകാർക്ക് മുന്നിൽ അദ്ദേഹത്തിനില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉമ്മൻചാണ്ടിയെ നമ്മൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണാലിറ്റി നമ്മൾ നോക്കണം. ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മുറിയിലിരുന്നു കൊണ്ട് വരുന്ന ആളുകളെ മോണിറ്റർ ചെയ്തിട്ട് ഒരു തരം കോട്ടയ്ക്കുള്ളിൽ ജീവിക്കുന്ന രാഷ്ട്രീയക്കാരനെ അല്ല. അങ്ങനെയല്ല അദ്ദേഹം. എനിക്കൊരു 20 കൊല്ലമായിട്ട് പത്രപ്രവർത്തകനിൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. 100 കണക്കിന് ആളുകൾ നിരന്തരമായിട്ട് ഉമ്മൻചാണ്ടിയുടെ റൂമിലേക്ക് വരാറുണ്ട്. അദ്ദേഹം ആളുകളെ കാണുന്ന സമയത്ത് ചുറ്റിലും ഒരു 10 പേരെങ്കിലും എല്ലായ്പ്പോഴും ഉണ്ടാവും. ഇത് ഞാൻ ഡൽഹിയിൽ കണ്ടതാണ്, ഞാൻ തിരുവനന്തപുരത്ത് കണ്ടതാണ്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പേഴ്സണൽ പ്രൈവസിയും കീപ്പ് ചെയ്യാത്ത എല്ലാ ആളുകൾക്കും ആക്സസ് കൊടുക്കുന്നവരാണ്. അപ്പം ശ്രീധരൻ നായർ വന്നോ, അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണൻ വന്നോ, അതല്ലെങ്കിൽ മറ്റേ സരിത വന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പല ആളുകൾക്കും ഒരേ സമയത്ത് ആക്സസ് കൊടുക്കുന്ന ഒരാളെന്നതിൽ അദ്ദേഹത്തിന് അത് ആരൊക്കെ എപ്പോൾ വന്നെന്ന് കൃത്യമായിട്ട് ഓർക്കാൻ കഴിയില്ല. അക്കാര്യത്തിൽ ഒരു മനുഷ്യനല്ല, 100 കണക്കിന് 1000 കണക്കിന് ആളുകളെ നിത്യേന കാണുന്ന ഒരാളാണ് അദ്ദേഹം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമ്മൾ അദ്ദേഹത്തിന് നടത്തിയ ഇതൊന്നും നിങ്ങൾ നോക്കണം. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി 1 മണി വരെ ജനങ്ങളെ കണ്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ജനസമ്പർക്കമുള്ള ഒരാള് ആരെയൊക്കെ എപ്പൊക്കെ കണ്ടു എന്ന് ഓർത്തു വെക്കണം. അദ്ദേഹം ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ ഇത്ര തിരക്കുകൾക്കിടയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഭരണപരമായ കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നിർവഹിക്കുന്നില്ലേ? വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ചുള്ള കടലാസുകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കുകയില്ലേ? മറ്റ് ഭരണപരമായി താൻ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യവച്ഛേദിച്ച് ഓരോന്നും എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിന് ശേഷി ഉണ്ടാവുകയില്ലേ? അപ്പോൾ തിരക്കുകൾക്കിടയിലും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വൃത്തിയായി ചെയ്യാൻ അറിയുന്ന ഒരു ഭരണാധിപന് ഇങ്ങനെയുള്ള തട്ടിപ്പ് നടത്താനും തിരക്കൊരു പ്രശ്നമൊന്നും ആവുകയില്ലല്ലോ ശ്രീ NP ചേക്കുട്ടി? എന്റെ സംശയമാണ്. സരിതയുമായിട്ട് എപ്പോൾ കണ്ടു, എത്ര തവണ കണ്ടു എന്ന ചോദ്യമാണ് ഇതിനകത്തുള്ള പ്രശ്നം. സരിതയുമായിട്ട് അദ്ദേഹം 3 തവണ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. പക്ഷേ അത് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു, ഇത് വിഷയം ഗൗരവമായിട്ട് വന്നതിന് ശേഷമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഉമ്മൻചാണ്ടിയെ പോലുള്ളൊരു വ്യക്തിയെ ആ തരത്തിൽ കുറ്റാരോപിതനാക്കി മാറ്റുന്നത് ശരിയല്ല. പബ്ലിക് ലൈഫിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ പോലും ഒരു വ്യക്തിയെ അതിഭീകരമായിട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ മാധ്യമ പ്രവർത്തനമോ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആ നിലയിൽ ഞാൻ ഉമ്മൻചാണ്ടിയുടെ നേരെ നടത്തുന്ന ഈ ആരോപണങ്ങളെ തള്ളിക്കളിയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം തെറ്റ് പറ്റിയിട്ടുണ്ട്. തെറ്റ് വളരെ ഗൗരവമായിട്ടുള്ള തെറ്റുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തെറ്റെന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം ഓഫീസിൽ ഇരിക്കുന്ന ആളുകളെ അദ്ദേഹം തിരിച്ചറിഞ്ഞതിൽ പരാജയപ്പെട്ടു. 3 പ്രധാനപ്പെട്ട ക്രിമിനലുകൾ അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ തോമസ് കുരുവിളയെ പോലുള്ള ആളുകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് തെറ്റായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടിക്ക് പറ്റിയ തെറ്റാണ്. അത് തിരുത്തുന്നതിന് അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ വ്യക്തിഗതമായിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണത്തിന് ആവശ്യമില്ല. ആരോപണം വന്നിരിക്കുന്നു, ആ ആരോപണത്തെ എങ്ങനെ നേരിടണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും രാജിവെച്ചു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് ഒരേ മാർഗം. അല്ലാതെ ഉമ്മൻചാണ്ടി ഒരു കളങ്കിത വ്യക്തിയാണ് എന്ന മട്ടിലുള്ള ഒരു ക്യാമ്പയിൻ വഴി ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ കളങ്കിതനല്ല മനുഷ്യൻ. അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹത്തിന് സത്യസന്ധമായിട്ട് തിരിച്ചു വരാനുള്ള കഴിവുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ശ്രീ AN ഷംസീർ എത്രമാത്രം പ്രചരിപ്പിച്ചാലും അദ്ദേഹം കളങ്കിതനല്ല എന്ന നിലക്കുള്ളൊരു ഇമേജ് അദ്ദേഹത്തിന് പൊതുജന മധ്യത്തിലുണ്ട്. അതാണ് അദ്ദേഹം എൻ്റെ മനസ്സാക്ഷിയാണ് നിങ്ങൾ ഈ പറയുന്ന ധാർമ്മികതയേക്കാൾ മുകളിലുള്ള എൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാജിവെപ്പിക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് ഡുവൽ പേഴ്സണാലിറ്റിയാണ്. സാധാരണ പൊതുപ്രവർത്തകന്മാർക്ക് ഒരു പേഴ്സണാലിറ്റി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇദ്ദേഹത്തിന് ഡുവൽ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം ഒരു സമയത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുകയും മറുഭാഗത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം ഒപ്പിക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമാണ് സരിതയുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ വിവാദങ്ങളും. ഇവിടെ ചെക്കുട്ടി സാർ പറഞ്ഞു, എന്താ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർ മാത്രമാണ് ക്രിമിനൽ എന്ന്. ഞാൻ ചോദിച്ചോട്ടെ, ചെക്കുട്ടി സാറിന് എത്രമാത്രം അറിയില്ലേ എന്ന് എനിക്കറിയില്ല.
സലിം രാജിനെ ഗൺമാനായി എടുക്കുമ്പം ഇന്റലിജൻസ് പറഞ്ഞ അദ്ദേഹത്തെ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സലിം രാജിനെ എന്തുകൊണ്ട് അദ്ദേഹം വെച്ചു പറയണ്ടേ? 2, സരിത നായർ ആ ഓഫീസിനകത്ത് ചുറ്റിക്കറങ്ങുമ്പം അവിടെ ഉണ്ടായിരുന്ന പോലീസ്, അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർമാർ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ സ്റ്റാഫുമാരോടും നേരിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ഈ പറയുന്ന സരിത നായർ ഇദ്ദേഹം കേസുകൾ ഉൾപ്പെട്ട ഒരാളാണ്, ഇങ്ങനെ ഓഫീസ് കയറി ഇറങ്ങുന്നത് ശരിയല്ല, അദ്ദേഹം മാറ്റാതിരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ആരാണ് ഈ പറഞ്ഞ ഉതുപ്പ് വർഗീസ്? ആപ്പിൾ ചിട്ട് തട്ടിപ്പ് കേസിലെ പ്രതി ആരാ? ഉതുപ്പ് വർഗീസ് ആരാ? നാട്ടിൽ 10 തട്ടിപ്പുകാരെ പിടിച്ചാൽ 8 ഉമ്മൻചാണ്ടിയുടെ ആളല്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഒരു ഭാഗത്ത് ചെക്കൂട്ടിയെ പോലുള്ള പ്രമുഖരായ മാധ്യമപ്രവർത്തകന്മാർക്ക് മുന്നിൽ ചിരിച്ച് കളിച്ച് സുഖിപ്പിച്ചു പോകുമ്പം മറുഭാഗത്ത് ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹിക വിരുദ്ധന്മാരുമായും അഴിമതിക്കാരുമായും തോളിൽ കൈയിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, 95 അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൊച്ചു കുഞ്ഞു പോലും വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാ. നേരത്തെ ഒരു 10 കോടിയുടെ കാര്യം ഈ പറയുന്ന സുരേഷ് ബാബു സൂചിപ്പിച്ചു, വക്കീല്. ഞാൻ ചോദിച്ചു, എന്തേ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്? ഞങ്ങളെ പരതി പിടിച്ച് വാട്ടയുടെ ചുറ്റും നിന്ന് വാട്ടയുടെ നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ഈ ലീനിയൻസി കാണിക്കേണ്ട കാര്യം? നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത പോരായിരുന്നോ? അപ്പൊ നിങ്ങൾ ഇവിടെ സരിതാ നായർ നിങ്ങൾക്ക് അനുകൂലമായി പറയുമ്പം സരിതാ നായർ കേമത്തിയും, സരിതാ നായർ നിങ്ങൾക്കെതിരായി പറയുമ്പോൾ അവര് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് മുദ്ര കുത്തുമ്പം കാര്യങ്ങൾ പറയും. ഏതായാലും നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം സരിതാ നായർ 10-20% മാത്രമേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കൂടി വരുമ്പം കേരളത്തിന് താങ്ങാനാവില്ല എന്ന് നേരത്തെ സരിത പറഞ്ഞതുപോലെ കേരളത്തിന് താങ്ങാൻ കഴിയാത്ത അത്രയും കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. 43 പേജുള്ള കത്തുണ്ട്. ആ 43 പേജ് കത്തിനെ കുറിച്ച് DGP പറഞ്ഞല്ലോ, DGP അലക്സാണ്ടർ ജാക്കബ് സൂചിപ്പിച്ചല്ലോ, ജയിൽ DGP. അതുപോലെ ആരായിരുന്നു പുറത്തു വന്ന ഗൺമാൻ പറയണ്ടേ? അപ്പൊ കുറെ കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വരും. ബെന്നി ബെഹന്നാനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ബെന്നി ബെഹന്നാനാണ് ഇന്റർമീഡിയറ്ററായി നിന്നുകൊണ്ട് പണം കൊടുക്കുന്നത്. ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിയും എന്തിനാ ഒന്നും ചെയ്യാത്തവർ, മടിയിൽ കനമില്ലാത്തവർ, എന്തിനാ ഭയക്കേണ്ട കാര്യം? നിങ്ങൾക്ക് ഒരു തരത്തിലും സരിതയുമായി അൺഹോളി അലയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനായി മീഡിയേറ്റർമാരെ വിടേണ്ട കാര്യം? ഞങ്ങൾ ആരും തന്നെ സരിതയുടെ എന്തിനാകണം അത് അതൊക്കെ ചെയ്യുന്നത്? അതായത് തമ്പാനൂർ രവി വിളിച്ച ടെലിഫോൺ സംഭാഷണം നമുക്ക് മുന്നിൽ ഉണ്ടല്ലോ. ഇപ്പോൾ അതോടൊപ്പം ചേർന്നാണ് ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന് ഉള്ള ആക്ഷേപങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് സംശയം തോന്നുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊള്ളാവുന്ന മുതിർന്ന രാഷ്ട്രീയ നേതാവൊക്കെ തന്നെയാണെങ്കിലും ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടാകുമോ അദ്ദേഹത്തിന്? അദ്ദേഹം ഒരു ഭാഗത്തുകൂടെ മുതിർന്ന മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾക്ക് കൊള്ളാവുന്നയാളാണെന്ന തോന്നലുണ്ടാക്കുകയും മറുഭാഗത്തുകൂടെ ഈ തട്ടിപ്പെല്ലാം വലിയ തോതിൽ നടത്തുകയും ചെയ്യുന്ന ആളാണോ എന്ന തോന്നലുണ്ടാകാമല്ലോ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി. എന്തിനാകണം തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും ഒക്കെ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ പാടുപെട്ട് ഓടുന്നത്? അല്ല, എൻ്റെ സുഹൃത്ത് സംഷീറും ഞാനും ഒക്കെ പ്രസംഗവേദികളിൽ നടത്തുന്ന പ്രസംഗങ്ങളിൽ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങൾ നമുക്ക് പ്രസംഗമായി, രാഷ്ട്രീയ പ്രസംഗമായി നടത്താം. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ എത്രയോ നാളുകളായി അറിയുന്നവരാണ് ഞങ്ങളൊക്കെ. എല്ലാവരെയും അറിയാം. സഖാവ് നായനാറെ പോലുള്ള ഒരു ഉന്നതമായ വ്യക്തിത്വത്തെയും നമുക്കറിയാം, എല്ലാവരെയും അറിയാം. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങളും ഞാനും ഒക്കെ പൊതുപ്രവർത്തകരാണ്. സംഷീർ തുടങ്ങുന്നേ ഉള്ളൂ. നമുക്കൊക്കെ ആകെ കയ്യിലുള്ളത് ഈ ജനങ്ങളുടെ സ്നേഹവും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് മരിക്കുമ്പോൾ കുറേ കടബാധ്യതയുമാണ്. ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും അന്തിമമായി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണെങ്കിൽ അങ്ങനെയായിരിക്കും. ആ രീതിയിലുള്ളൊരു പൊതുപ്രവർത്തകൻ്റെ അവസാന നാളുകളിൽ ഒരാളൊരു ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണം ഉന്നയിച്ച് അത് ചർവിത ചർവണം നടത്തി അയാളെ വ്യക്തിഹത്യ നടത്തി അതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലാഭം നേടാനാണ്? അതൊക്കെ നിങ്ങളുടെ കാര്യം. നിങ്ങളും ഷംസീർ അടക്കമുള്ള പൊതുപ്രവർത്തകരായിരുന്നു. അതായത് സലിം രാജിന് എതിരെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് എടുത്തു? 2 വനിതാ പോലീസുകാർ സരിത എസ് നായരെന്ന് ഈ കയറി ഇറങ്ങുന്നയാൾ അത്ര ശരിയല്ല എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? അലക്സാണ്ടർ ജേക്കബ് സരിത എസ് നായരെ കാണാൻ ഒരു സംഘം ആയുധങ്ങളുമായി ജയിലിൽ വന്നിരുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അതുണ്ടായത്? IG TJ ജോസ് ടെലിഫോൺ ഡീറ്റെയിൽസ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് സെൻകുമാർ വന്ന് സോളാർ കമ്മീഷൻ മുമ്പാകെ പറയുന്നു. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ സരിത എസ് നായരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പേടിക്കാനുള്ളത് എന്തോ ഉണ്ടല്ലോ എന്ന തോന്നൽ പൊതുസമൂഹത്തിനുണ്ട്. നിങ്ങൾ മഹാന്മാരായിട്ടുള്ള പൊതുപ്രവർത്തകരായിരിക്കാം, ഞങ്ങൾക്കത് പ്രശ്നമല്ല, നാട്ടുകാർക്കത് പ്രശ്നമല്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കുമ്പോൾ പൂർണ്ണമായി എന്നെ അങ്ങോട്ട് വിശ്വസിക്കൂ പ്ലീസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് സൗകര്യമില്ല സാർ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും നാട്ടിൽ. എല്ലാ ഒരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിലല്ലല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിലല്ലേ. ആ ജുഡീഷ്യൽ കമ്മീഷന് ആ ഫാക്സ് നോക്കിക്കൊണ്ടല്ലേ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്. ഫാക്സ് ഫൈൻഡിങ് ആണല്ലോ ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായും ഇതിൻ്റെ വിശ്വാസ്യതയും ഇതിൻ്റെ നിജസ്ഥിതിയും പരിശോധിക്കപ്പെടില്ലേ? ആ പരിശോധിക്കപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വരില്ലേ? ആ റിപ്പോർട്ട് വരെ കാത്തിരുന്നുകൂടെ ഇവർക്ക്? പ്രതിപക്ഷത്തിന് കാത്തിരിക്കാം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി. പക്ഷേ
ഇത് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ അതേപടി സരിത എസ് നായർ പുറത്ത് മാധ്യമങ്ങളോട് പറയുകയാണ്, ഇതാ ഇത്ര വലിയ തട്ടിപ്പ് നടത്തുന്ന ആളാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ അലക്സാണ്ടർ ജേക്കബ്, IG സെൻകുമാർ തുടങ്ങിയ ആളുകൾ ഇന്റലിജൻസ് റിപ്പോർട്ട് സലിം രായനെതിരെ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ പിന്നെയുള്ളത് അന്വേഷണം പോയിക്കൊള്ളൂ, അന്വേഷിച്ചുകൊള്ളൂ, ആ സമയം വരെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക എന്നതാണല്ലോ മാന്യത. കേസ് നടക്കുമ്പോൾ ഇലക്ഷനിൽ മത്സരിക്കാതിരുന്ന പിണറായി വിജയൻ അവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ ആക്ഷേപം വരുന്നപ്പോൾ രാജിവെച്ച കെ കരുണാകരൻ അവിടെ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന് മാത്രമായിട്ട് എന്താണ് മനസ്സിലാകുന്നില്ല? അതല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടന്ന പല അന്വേഷണങ്ങളും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു CD എൻക്വയറി നടന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് എൻക്വയറികൾ വേറെ നടക്കുന്നുണ്ടല്ലോ. ഈ നടക്കുന്ന എൻക്വയറിയുടെയൊക്കെ വിശ്വാസ്യത എന്തെന്ന് കേരളീയ സമൂഹം അറിഞ്ഞല്ലോ. പിന്നെ പിണറായി വിജയൻ പൂർണ്ണമായി ഇപ്പോൾ മുക്തനാണോ? പിണറായി വിജയനെ കുറിച്ച് കോടതി തന്നെ പറഞ്ഞില്ലേ എങ്ങനെയാണ് വിചാരണ കൂടാതെ ഇദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഇനിയും പുറത്തിരിക്കേണ്ടവരാണല്ലോ. അങ്ങനെ നടക്കുന്ന ഇടമാണല്ലോ ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, അങ്ങനെ നടക്കുന്ന ഇടമാണല്ലോ. അങ്ങനെ നടക്കുന്നൊരിടത്ത് ഇപ്പറയുന്നതെല്ലാം കൂടെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി അങ്ങനെ തന്നെ തുടരുമെന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ഭരിച്ചാൽ മാത്രമേ കേരളം ഭരിക്കപ്പെടൂ എന്നൊന്നുമില്ലല്ലോ. എല്ലാ മുഖ്യമന്ത്രിക്കെതിരെ സരിത എന്ന് പറയുന്ന ഒരാളുടെ മൊഴി മാത്രമാണല്ലോ ഇപ്പോഴുള്ളത്, അല്ലേ? അതിനപ്പുറം വിജിലൻസ് കോടതിയുടെ, ഞാൻ പറയട്ടെ, എന്നെ പറയപ്പെടൂ, സരിതയുടെ ഒരു മൊഴിയുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിജിലൻസ് കോടതിയുടെ സമാനമായ ഒരു വിധി ഇന്ന് ഉച്ചക്ക് ബാബുവിന്റെ കാര്യത്തിൽ ഹൈക്കോടതി അത് റദ്ദാക്കിയിട്ടുണ്ട്. ഹൈക്കോടതി ഈ കാര്യത്തിൽ സ്വമേധയാ കേസെടുക്കാൻ അധികാരമില്ല എന്നുവരെ റദ്ദാക്കിയിട്ടില്ല, സസ്പെൻഡ് ചെയ്യുകയാണ്, മരവിപ്പിക്കുകയാണ്. റദ്ദാക്കിയിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ചോദിച്ചപ്പോൾ നിയമം അറിയുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തിരുത്തിയിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത് തന്നെ. പറ്റിയിട്ടില്ല എന്നാണ് അതിനർത്ഥം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി. അതായത് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടില്ല കോടതിക്ക് എന്നാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ അത് അവിടെ നിൽക്കുന്നുണ്ട്, 2 മാസത്തേക്ക് മരവിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റേ ചെയ്തു എന്ന് പ്രയോഗിക്കുമ്പോൾ പറയുന്നത് 2 മാസത്തേക്ക് മരവിപ്പിച്ചു. എനിക്കതിന് നിയമത്തിന്റെ അതിന്റെ ആ സങ്കീർണതകളിലേക്ക് കയറി ചെല്ലാറുള്ള ഒരു ജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബാബുവിന്റെ കാര്യത്തിൽ വിജിലൻസ് കോടതി എടുത്ത തീരുമാനം അതേപടി നടപ്പാക്കാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ ഒരു സാമാന്യ വിവരമുണ്ട്. അത് ആ ഒരു വിധി നിൽക്കുകയാണ്. നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ നീതിപീഠങ്ങളുടെ വിധി കാത്തിരുന്നുവിടുക? എന്തുകൊണ്ട് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി നിങ്ങളുടെ സഹപ്രവർത്തകരായിരുന്ന KM മാണിക്ക് മേൽ ഈ നീതിബോധം നിങ്ങൾ പ്രയോഗിച്ചില്ല? എന്തുകൊണ്ട് KM മാണിക്ക് നിങ്ങൾ ഇത് കൊടുത്തില്ല? കെ ബാബുവിനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മാത്രം എന്താണിത്? നിങ്ങളുടെ നേതാവിന് ഈ നീതി കിട്ടിയോ? മാണിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോഴൊന്നും പറഞ്ഞില്ലോ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ നേതാവിന് നീതി കിട്ടിയോ? ഓരോരുത്തരുടെയും ധാർമ്മികതയുടെ അതാണ് പ്രശ്നം. എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ധാർമ്മികമാണ്. ഞാൻ തിരിച്ചു വരാം. ഓരോരുത്തരുടെയും ധാർമ്മികതയുണ്ട്. അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, KM മാണിക്ക് ഉന്നതമായ ധാർമ്മിക ബോധമുണ്ട്. അദ്ദേഹം PK കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരുന്നു. ധാർമ്മിക ബോധമില്ലാത്ത, എൻ്റെ മനസാക്ഷിയാണ് അതിനേക്കാൾ വലുതെന്ന് വിചാരിക്കുന്ന ഇയാൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നേതാവായിട്ട്? അല്ല, അത് സനീഷ്, അത് ഞങ്ങളുടെ ഒരു മനസാക്ഷി കൊണ്ടറിയണം. ഒരു നിമിഷം, അത് ഞങ്ങളുടെ ഒരു ആഭ്യന്തര കാര്യമാണല്ലോ. ഞങ്ങൾ ആരെ നേതാവാക്കണം, ഞങ്ങൾ അത് നേതാവാക്കണ്ട എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായി ഞങ്ങളുടെ ഒരു പ്രൊറോഗേറ്റീവാണ്. അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക. പക്ഷെ ഞാൻ ഒരു ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ. ഞാൻ താങ്കളുടെ മുമ്പിൽ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്? ഒരുപാട് തവണ. നിങ്ങൾ ഞങ്ങളുടെ ഒരു കൃത്യം പറയും. എണ്ണ എടുക്കാൻ പറ്റില്ല, അത് പറയില്ല. അത് തന്നെയാണ് എനിക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി. മുഖ്യമന്ത്രി 3 തവണയാണെന്ന് പറഞ്ഞല്ലോ. 3 തവണ വന്നിട്ടുണ്ടാകാം എന്ന് പറഞ്ഞത് സനീഷ് പോലും അതിനെ ഒരു തെറ്റായി, വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ശ്രമത്തിലേക്ക് പോയി. താങ്കൾ ഒരു ടെലിവിഷൻ ചർച്ചയ്ക്ക് വരുന്നിരിക്കുന്നത് പോലെയാണ് വലിയൊരു പദ്ധതിയുടെ പ്രൊജക്ടുമായിട്ട് ഒരാൾ സഹായം ചോദിച്ചു വരുന്നത് എന്നാണ് താങ്കൾ പറയുന്നത്. അത്രക്ക് ഗൗരവമായിട്ടാണ്, അത്രക്ക് ഗൗരവക്കുറവോടെയാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി ഇത്ര പ്രധാനപ്പെട്ട ഒരു കേസിലെ കാണുന്നത്. അത്രക്ക് ഗൗരവക്കുറവോടെയാണെന്നല്ലേ താങ്കൾ? അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്കല്ല ടെലിവിഷൻ ചർച്ചയ്ക്ക് വരുന്ന പോലെ ഗൗരവക്കുറവോട് കൂടിയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രൊജക്ടുമായി വരുന്നത്. ഉദാഹരിക്കുന്നത് വെച്ചാൽ ഒരു 10-ൽ കൂടുതൽ ആളുകളെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കും അത്തരം ഒരു കാര്യത്തിൽ ഒരു വ്യക്തത പറയാൻ കഴിയില്ല. മറിച്ച് ഞാൻ അങ്ങയെ ചതിക്കാൻ അങ്ങയുടെ മുമ്പിൽ വരുമ്പോ
ഞാനത് എണ്ണി കൃത്യമായി ഒക്കെ സൂക്ഷിക്കും. ആണ്. അങ്ങ് അറിയുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് അന്വേഷണത്തിലൂടെയാണ്. അന്വേഷണം വരുമ്പോൾ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടാൽ അന്വേഷണം കഴിയുന്നവരെ ഞാൻ മാറി നിൽക്കാം എന്ന് തീരുമാനിക്കുന്ന ധാർമ്മികതയാണ്. ആ ധാർമ്മികത താങ്കൾ പറയുന്നത് ശരിയാണ്. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഞാൻ പറയാം അന്വേഷണത്തിലേക്ക് വരുന്നപ്പോൾ ഇന്നലെ വൈകുന്നേരം നിങ്ങൾ ഒരു വസ്തുത മനസ്സിലാക്കാനൊന്ന് ശ്രമം നടത്താൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ എനിക്ക് പിന്നെ നിവൃത്തിയൊന്നുമില്ല. ഇന്നലെ വൈകുന്നേരത്തേക്കാണ് സരിതയുടെ പേരിലുള്ള മൊഴി വരുന്നത്. ഇന്ന് രാവിലെ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു 11 മണിക്ക് കോടതിയിൽ. ആ കോടതി അതേ അടിസ്ഥാനത്തിൽ എന്താ പറഞ്ഞത്, അസാധാരണമായ പ്രഖ്യാപനം ഉണ്ടാകും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. എവിടുന്നാ ഇതെല്ലാം വരുന്നത്? അപ്പൊ തന്നെ ഒരു ഉത്തരവ്, FIR രജിസ്റ്റർ ചെയ്യണം എന്ന് ഞാനൊന്നും പറഞ്ഞില്ല. ഞാനിതൊന്നും പറഞ്ഞില്ല. എന്നിലേക്ക് ഉത്തരവും ചോദ്യവും ഒരുമിച്ചിടരുത്. ഞാനൊരു കാര്യം, ഞാനിതൊന്നും പറഞ്ഞില്ല. പക്ഷേ സെബാസ്റ്റ്യൻ പോൾ സാർ ഇവിടെ ഉണ്ടല്ലോ. 202 എൻക്വയറി എന്താ വേണ്ടത്? പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടേണ്ടത്. പ്രൈവറ്റ് കംപ്ലൈന്റ് 202 എൻക്വയറി വേണം. 202 എൻക്വയറി അല്ല അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ 156(3) അത് റെഫർ ചെയ്യണം. അതിലൊന്നും വിടാതെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. അതിനു മുമ്പായി തന്നെ ഇങ്ങനെയൊന്നുണ്ടാകും എന്ന വിശ്വാസത്തിൽ ഇന്ന് രാവിലെ മുതൽ കല്ലെറിയാനും ശ്രീ ശംസീറിന്റെ പാർട്ടിക്കാരും അതൊരു വസ്തുതയാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള അതിഥിയാണ്. അദ്ദേഹം അത് വിട്ടു പറയുകയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കകത്ത് തന്നെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഈ ജഡ്ജി രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തത്. സൂര്യനെല്ലി കേസിലെ ശിക്ഷിക്കപ്പെട്ട ധർമ്മരാജന്റെ സഹോദരനായ ഇദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തിൽ നിന്ന് വരുന്നയാളാണ് എന്ന അതിഗൗരവതരമായിട്ടുള്ള ആക്ഷേപം ജഡ്ജിക്കെതിരെ ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് ആവർത്തിക്കാൻ തക്ക വിധത്തിൽ പൊതുജനമധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കൾ ശ്രീ PM സുരേഷ് ബാബു അത് ഉന്നയിക്കുകയില്ല. പക്ഷേ ആക്ഷേപം അവിടെയുണ്ട്. അങ്ങനെ രാഷ്ട്രീയം കളിക്കുകയാണോ വിജിലൻസ് കോടതി ചെയ്തത്? അതിന് കിട്ടിയ സ്വാഭാവികമായ തിരിച്ചടിയാണോ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് കെ ബാബുവിൻ്റെ കേസിൻ്റെ കാര്യത്തിൽ? നല്ലൊരു വ്യക്തിക്ക് അദ്ദേഹം ജഡ്ജിയാണെങ്കിൽ പോലും മാർക്സിസ്റ്റ് പശ്ചാത്തലമുണ്ടായി എന്നതൊരു അപരാധമല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിസഭയിലംഗമായിരുന്ന VR കൃഷ്ണയ്യരെ ഇന്ന് സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ആദരിക്കുന്നത് എന്ന് നമുക്കറിയാം. അവിടെ നിൽക്കട്ടെ, ധർമ്മരാജൻ എന്ന സൂര്യനെല്ലി കേസിലെ പ്രതിയുടെ സഹോദരനാണ് ഈ ജഡ്ജി എന്നതും ശരി തന്നെയാണ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അക്കാലം തൊട്ടേ അദ്ദേഹത്തിൻ്റെ പേര് അറിയാവുന്നത് കൊണ്ടും പരിചയമുള്ളത് കൊണ്ടും ധർമ്മരാജൻ്റെ കൂടെ ഈ ജഡ്ജി വാസൻ്റെ പേര് ചേർത്ത് പറയുന്നത് അതിക്രൂരമാണ്. അങ്ങനെ പറയുന്നത് ശരിയുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിൽപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ കോൺഗ്രസ്സുകാർ അവർക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നീതിബോധം പറയുന്നു, കോടതിയുടെ ബഹുമാനം പറയുന്നു. ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന് അവർ കുറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കം നടക്കുന്നു. അതൊരു ശരിയായ കീഴ്വഴക്കമല്ല. ഞാൻ ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു, അദ്ദേഹം കുറേ കൂടി ഈ ധൃതിയും തിടുക്കവും വർത്തമാനവും ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അദ്ദേഹം അത് ചെയ്തിരിക്കുന്നു. ആ ചെയ്തതിൻ്റെ ശരിതെറ്റുകൾ ഹൈക്കോടതി പരിശോധിക്കട്ടെ. ഉമ്മൻചാണ്ടി ഹൈക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാര്യം പ്രാഥമികമായ, ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നു, നോട്ടത്തിൽ നിയമപരമായി അത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും. നിയമപരമായി അത് ശരിയാണെങ്കിൽ പോലും, അതാണ് ഹൈക്കോടതി പറഞ്ഞത്, നിയമപരമായി ശരിയാണെങ്കിൽ പോലും തിടുക്കം പാടില്ലായിരുന്നു എന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതും ആ കാരണം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഏത് ഒരു ജഡ്ജിയുടെ സമീപനത്തെയും പല കോണുകളിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും, വിലയിരുത്താൻ കഴിയും, തെറ്റും ശരിയും പറയാൻ കഴിയും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ പിണറായി വിജയനെ കുറിച്ച് പരാമർശമുണ്ടായി. അദ്ദേഹം ചർച്ചയിലില്ലല്ലോ. പിണറായി വിജയനെതിരെ ഇന്ന് ഒരു കേസുമില്ല. അദ്ദേഹം പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് തള്ളിയതാണ്. ആ തള്ളിയത് ശരിയോ തെറ്റോ എന്ന് ഹൈക്കോടതി പരിശോധിക്കുന്നതിനുള്ള തീയതി അടുത്ത മാസം അവസാനം പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയനെ ലാവലിനുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ഇപ്പോഴും പ്രതിയാണ്, അദ്ദേഹം ഇപ്പോഴും കുറ്റവാളിയാണ് എന്നൊക്കെ പറയുന്നതും അതും ഒരു മര്യാദയല്ല. നമുക്കിവിടെ ഈ ചർച്ച നിർത്താം. വളരെ നന്ദി ശ്രീ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ അബ്ദുറഹ്മാൻ നണ്ടത്താണി, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ AN ഷംസീർ, ശ്രീ NP ചേക്കുട്ടി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സമയവും കൂടുതലായിട്ടുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ വന്ന് സംസാരിച്ചതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.